സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ വിസ എടുക്കണം. സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500. എന്നാൽ ഈ വിസയുടെ ലക്ഷ്യം ഇവിടെ വന്ന് ഓസ്ട്രേലിയയിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കോഴ്സ് ഓഫ് സ്റ്റഡി, ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ ഓസ്ട്രേലിയയിൽ വരാനുള്ള വിസയാണിത്. ഈ വിസയുടെ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ $710 ഇൻ 2024. അത് ഈ വർഷം ഇതാണ് അതിൻ്റെ റേറ്റ്. എന്നാൽ ഈ വിസ വെച്ച് നമുക്ക് ഓസ്ട്രേലിയയിൽ അപ് ടു 5 years, ഏകദേശം ഒരു 5 വർഷം വരെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ കോഴ്സുകൾ ഡിപ്പെൻഡായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഒരു സാധാരണ 1.5 മുതൽ ഒരു 2.5-3 വർഷം വരെ നമുക്ക് കിട്ടാം. അതായത് അപ് ടു ഇൻക്ലൂഡിങ് കോഴ്സ് ഡ്യൂറേഷനും ഈ സ്റ്റേയും കൂടി ഒരു 5 വർഷം വരെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റും. സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500ലാണ് നിങ്ങൾ ഓസ്ട്രേലിയക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് പഠിക്കാൻ പറ്റും. ഓസ്ട്രേലിയയിൽ നിന്ന് ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ട്രാവൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള വിസകളെ പോലെ കണ്ടീഷനല്ല, ഇതിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ വിസയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അതായത് 2 ആഴ്ച കൂടുമ്പോൾ 48 മണിക്കൂർ വർക്ക് ചെയ്യാം. 2023 മുമ്പ് കോവിഡിൻ്റെ സമയത്ത് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാം. അതായത് ആഴ്ചയിൽ 48 മണിക്കൂറായിരുന്നു. ഇപ്പോൾ 2024 ആയപ്പോഴേക്കും നിയമങ്ങൾ മാറി നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ 48 മണിക്കൂർ വർക്ക് ചെയ്യാം. അതായത് പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. വെക്കേഷൻ സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആഴ്ചയിൽ 48 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500, അതായത് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഈ കാര്യങ്ങളാണ് വേണ്ടത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് 6 വയസ്സിന് മുകളിലായിരിക്കണം. അപ്പോൾ അത് ഒരു ഇതെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ സാധാരണ നാട്ടിലെ പഠനം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് പഠിക്കാൻ വരാറ്. അപ്പോൾ 6 വയസ്സിന് മുകളിലായിരിക്കണം. രണ്ടാമത്തേന്ന് പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോഴ്സിൽ, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ഇവിടെ ആദ്യം എൻറോൾ ചെയ്യണം. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റികൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കോഴ്സുകൾ കണ്ടുപിടിച്ച് അവിടേക്ക് ആപ്ലിക്കേഷൻ അയച്ച് അവരുടെ നിന്ന് കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ്, അവിടുത്തെ എൻറോൾമെൻറ്റ് നമുക്ക് കിട്ടണം. ഈ എൻറോൾമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓവർസീസ് മൂന്നാമത്തെ കാര്യമായ ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കെയർ, ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കെയർ നമ്മൾ എടുക്കണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ IMMI.gov, അതായത് ഈ ഒരു ഇമിഗ്രേഷൻ്റെ അക്കൗണ്ട് ഉണ്ട്. IMMI അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ഓൺലൈനിൽ ഈ വിസ അപ്ലൈ ചെയ്യണം. അടുത്തത് വേറെ ഒന്നുമല്ല, മീറ്റ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമാണ്. എന്നാൽ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമായിട്ടുള്ള എൻറോൾമെൻറ്റ് കിട്ടണമെങ്കിലും മീറ്റ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ഇന്ന കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലായിരിക്കും. അപ്പോൾ സാധാരണ അത് മീറ്റ് ചെയ്ത് എൻറോൾ ചെയ്താൽ തന്നെ ഇത് ഈ സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമായിട്ടുള്ളതും നമുക്ക് അതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ തെളിയിക്കാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓസ്ട്രേലിയക്ക് ചെയ്യണ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ് IELTS ടെസ്റ്റ്. IELTS അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ എടുക്കുന്നതാണ് PTE, Pearson ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ വേറെ ടെസ്റ്റ് ഉണ്ട്. പിന്നെയുള്ള ഒരു ടെസ്റ്റാണ് OET, ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. പിന്നെ TOEFL, TOEFL അധികം ആരും എടുക്കാറില്ല, ബാക്കിയൊക്കെയാണ് കോമൺ. മെയിനായിട്ട് IELTS, PTE, OET ഈ ടെസ്റ്റുകളാണ് ഓസ്ട്രേലിയക്ക് ഇംഗ്ലീഷ് പ്രൂവ് ചെയ്യാൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് മീറ്റ് ചെയ്യുന്നത് കാണിക്കാൻ എടുക്കുന്ന ടെസ്റ്റ്. എന്നാൽ സാധാരണ സ്ഥിതിക്ക് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർ, അതായത് നേഴ്സുമാർ, ഡോക്ടർമാർ, അവരെടുക്കുന്ന ടെസ്റ്റ് OET ആണ്, ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ ഈ OETക്ക് മിനിമം വേണ്ട സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് B ഗ്രേഡ് എന്ന് പറയുന്നത്, B മതി അതിൻ്റെ സ്കോർ എല്ലാത്തിലും. അതാണ് മെഡിക്കൽ ഫീൽഡിൽ സാധാരണ ആൾക്കാർ പഠിക്കാൻ വരുമ്പോൾ എടുക്കണ
ഇംഗ്ലീഷ് ടെസ്റ്റ്. സാധാരണ ഈ വരുന്നവരൊക്കെ IELTS ആണ് എടുക്കാറ്. അപ്പോൾ IELTSൻ്റെ മിനിമം സ്കോർ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് 6.0, അതായത് 6 ആണ് മിനിമം സ്കോർ വേണ്ടത്. എന്നാൽ ഇതിൻ്റെ വാലിഡിറ്റി 2 years ആണ്. അതായത് നിങ്ങൾ എന്ന് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്നു അതിന് മുമ്പുള്ള 2 വർഷത്തിനുള്ളിലുള്ള സ്കോറായിരിക്കണം, അതിന് തൊട്ട് മുമ്പുള്ള 2 വർഷത്തിനുള്ള സ്കോറായിരിക്കണം ഈ 6, മിനിമം 6. അതിന് മുകളിൽ പോയാൽ കുഴപ്പമില്ല, മിനിമം 6. എന്നാൽ നിങ്ങളുടെ സ്കോറ് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത നേരത്ത് സ്കോറ് IELTSൻ്റെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് 6 കിട്ടിയില്ല, അതിന് പകരം 5.5 5 ആണെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻറ്റൻസീവ് കോഴ്സ് ഫോർ ഓവർസീസ് സ്റ്റുഡൻസ്, അതായത് എലിക്കോസ് ട്രെയിനിങ് അതിൻ്റെ കൂടെ എടുത്താൽ മതി. അതിന് ഫീസ് കൊടുക്കേണ്ടി വരും എലിക്കോസ് ട്രെയിനിങ്ങിന്. അതായത് നിങ്ങൾക്കിപ്പോൾ IELTS സ്കോർ 5.5 ഉള്ളെങ്കിൽ നിങ്ങൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ കോഴ്സിൻ്റെ കൂടെ ഒരു 10 weeks അഡീഷണൽ 10 weeks 10 ആഴ്ച ഒരു ഇംഗ്ലീഷ് എലിക്കോസ് ട്രെയിനിങ് എടുത്താൽ നിങ്ങൾക്ക് 5.5 സ്കോർ മതി. എന്നാൽ നിങ്ങൾക്ക് 5 ഉള്ളെങ്കിൽ നിങ്ങൾ ഒരു 20 ആഴ്ചത്തെ എലിക്കോസ് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മിനിമം സ്കോർ 5 മതി. അപ്പോൾ നിങ്ങൾക്ക് 5 കിട്ടിയാലും 5.5 കിട്ടിയാലും നിങ്ങൾ അഡീഷണലായിട്ട് ഇൻറ്റൻസീവ് ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യണം. ഇവിടെ സ്റ്റുഡൻറ്റ് വിസ കിട്ടണമെങ്കിൽ 6 ആണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യേണ്ട, നിങ്ങൾക്ക് നേരെ വന്ന് പഠിക്കാവുന്നതാണ്. ബാക്കിയുള്ള ടെസ്റ്റുകളുടെ സ്കോർ പല വ്യത്യാസമുണ്ട്, അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തരാം ആ സ്കോറുകൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അത് ഈ IELTS സ്കോറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്കോറുകളാണ് ആ കാണിക്കുന്നത് ബാക്കിയുള്ള ടെസ്റ്റുകളുടെ. പിന്നെ നിങ്ങളിത് പ്രത്യേകം നോട്ട് ചെയ്യണം, നിങ്ങളിവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റേ ബാക്കിനുള്ള IELTS സ്കോർ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് IELTS എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങൾ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ പറയാം. ടെമ്പററി ഗ്രാജുവേറ്റ് വിസ, ആ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമം സ്കോർ ഈ സ്റ്റുഡൻറ്റ് വിസയിലുള്ള 6 എന്നുള്ളതിന് പകരം അത് 6.5 ആവും. ആൻഡ് മറ്റേ മിനിമം ഏതെങ്കിലും ഇൻഡിവിജ്വൽ സ്കോർ മിനിമം ഇൻഡിവിജ്വൽ 5.5 മാറും. അതായത് ഈ IELTSൽ 4 കമ്പോണൻ്റാണുള്ളത്. അതായത് റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഇതിൽ ഈ ഓരോന്നിലും സ്കോർ കിട്ടും. ആ ഓരോന്നിലത്തെ സ്കോറും മിനിമം 5.5 ആയിരിക്കാൻ വേണം. എന്നാൽ ഓവറോൾ സ്കോർ മിനിമം 6.5 ആവണം. എന്തിന്? TGV വിസ, അതായത് ടെമ്പററി ഗ്രാജുവേറ്റ് വിസ. അതായത് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് നമുക്ക് 2 വർഷം ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെങ്കിൽ, ഇവിടെ ജോലിക്കോ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റേ ബാക്ക് ചെയ്യണമെങ്കിൽ, വർക്കിൻ്റേതായിട്ടുള്ള രീതിക്ക് സ്റ്റേ ബാക്ക് ചെയ്യണമെങ്കിൽ ഉള്ള വിസയുടെ സ്കോർ മുമ്പ് 6 ആയിരുന്നു. സ്റ്റുഡൻറ്റ് വിസയുടെ തന്നെ 3 വർഷത്തെ വാലിഡിറ്റിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 6.5 ആക്കി. മാത്രമല്ല അതിൻ്റെ വാലിഡിറ്റി 1 year ആക്കി. അതായത് ആ വിസ അപ്ലൈ ചെയ്യുന്നതിൽ തൊട്ട് മുമ്പത്തെ 1 yearനുള്ളിൽ എടുത്ത റിസൾട്ട് ആയിരിക്കണം അത്. എന്നാൽ ഈ ഇംഗ്ലീഷ് സ്കോർ കഴിഞ്ഞ മാർച്ചിലാണ് 0.5 വെച്ച് കൂട്ടി ഈ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ആ ലെവലിലേക്ക് എത്തിയത്. വേറെ ഒന്നിനല്ല, ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ആൾക്കാർക്ക് ഇവിടെ ജോലി അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ സ്കില്ല് പോരാണ്ട് വരുന്നു. അതുകൊണ്ടാണ് അവർ ഈ 0.5 കൂട്ടി. അതായത് നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമാക്കുന്നത് വേണ്ടിയാണ് ആ 0.5 കൂട്ടിയത്. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇവിടുത്തെ ഓസ്ട്രേലിയൻ വെൽഫെയർ, ഓസ്ട്രേലിയയിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഫണ്ട് ചെയ്യാനുള്ള സോഴ്സ് കാണിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫണ്ട് വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരു സൈറ്റ് ഉണ്ട്. വേറെ ഒന്നുമില്ല, സ്റ്റഡി ഓസ്ട്രേലിയ. ആ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, ഏത് സിറ്റിയിൽ താമസിക്കുന്നോ, എന്തെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് സ്റ്റഡി ഓസ്ട്രേലിയ. അതിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് സിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ സ്ഥലം, നിങ്ങൾ ഏത് ലൊക്കേഷനാണ് പോണേ അത് ബേസ്ഡ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ
പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓവർസീസ് സ്റ്റുഡൻസ് ഹെൽത്ത് കവർ എന്നൊട്ട് വേണമെന്നാണ്. ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ഒരു മാസം മുതൽ ഒരു വീക്ക് മുമ്പ് വരെ, കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് വിസ കിട്ടാം. അപ്പോൾ നമ്മൾ ഈ ഓവർസീസ് സ്റ്റുഡൻസ് ഹെൽത്ത് കവർ എടുക്കുമ്പോൾ ഒരു മാസം മുമ്പ് തൊട്ടുള്ള ഡേറ്റ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്നാണ് ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്യണേ ആ ഡേറ്റ് വെച്ചിട്ട് വേണം എടുക്കുക. അതായത് ഓസ്ട്രേലിയയിൽ നമ്മളിവിടെ അറൈവ് ചെയ്യുന്ന ദിവസം നമുക്ക് ഈ ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരു മസ്റ്റ് കണ്ടീഷനാണ് ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക്. അടുത്തത് ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ് ജെനുവിൻ സ്റ്റുഡൻറ്റ്. അതായത് BA ജെനുവിൻ സ്റ്റുഡൻറ്റ്. നിങ്ങളിവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളിവിടെ ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി ഗവൺമെൻറ് നിങ്ങൾക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ ജെനുവിൻ സ്റ്റുഡൻ്റാണ്, നിങ്ങൾ പഠിക്കാനാണ് വരണേ, അല്ലാണ്ട് ഇവിടേക്ക് വേറെ പരിപാടിക്കല്ല വരണേന്ന് തെളിയിക്കാനുള്ള ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയയുടെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉത്തരം എഴുതി കൊടുക്കണം. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുക്കും നിങ്ങളിവിടുത്തെ ഉദ്ദേശം എന്താണ്. അടുത്ത സംഭവമാണ് ക്യാരക്ടർ. മീറ്റ് യുവർ ക്യാരക്ടർ റിക്വയർമെൻറ്റ്. ഇവിടുത്തെ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്ക് വരുമ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ റിക്വയർമെൻ്റ് ഉണ്ട്. അതൊരു ഓൺലൈൻ ഫോം ആയിരിക്കും. നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ യെസ് ഓർ നോ ടിക്ക് അടിച്ച് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും ഈ വിസയുടെ ഭാഗമായിട്ട്. പിന്നത്തെ വേറൊരു മെയിൻ കാര്യമാണ് ഓസ്ട്രേലിയൻ ഹെൽത്ത് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം. അപ്പോൾ അവർ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ റിക്വയർമെൻറ്റ് പോലെ തന്നെ ഹെൽത്ത് റിക്വയർമെൻറ്റിൻ്റെ ഒരു ഫോമുണ്ട്. ആ ഫോമും നിങ്ങൾക്ക് ഓൺലൈനിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ PDF കോപ്പി ഉണ്ടോയെന്ന് അറിയില്ല, സാധാരണ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിക്ക് എനിക്ക് വേണം അതും ഓൺലൈനിൽ നമുക്ക് ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹാപ്പ് ID കിട്ടും. ആ ഹാപ്പ് ID വെച്ച് നിങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് നടക്കണം. അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്ന സ്ഥലങ്ങളിലുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിസ മെഡിക്കൽസ് ചെയ്യേണ്ടി വരും ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഡിക്ലറേഷനും കൊടുക്കണം, നിങ്ങളുടെ ഹെൽത്ത് ഡിക്ലറേഷൻ. ആ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അതും പിന്നെ നിങ്ങളുടെയും ഇതും കൂടി വിസ മെഡിക്കൽസും കൂടിയാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട മറ്റൊരു കാര്യം. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻ്റ് ആണ് ഓസ്ട്രേലിയൻ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ബുക്ക് വായിക്കേണ്ടി വരും. ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ഇൻ ഓസ്ട്രേലിയ ബുക്ക്ലെറ്റ്. ആ ബുക്ക്ലെറ്റ് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓസ്ട്രേലിയൻ വാല്യൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതും ഈ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ ഏത് ഇൻടേക്കിൽ വരുന്നതെന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഇപ്പോൾ 2 വർഷത്തെ കോഴ്സായിട്ട് ജനുവരി ഇൻടേക്കിൽ വരണമെങ്കിൽ നിങ്ങളുടെ ആ കോഴ്സ് തീരുന്നത് ഏകദേശം ഒരു നവംബറിലായിരിക്കും. അപ്പോൾ നവംബറിൽ അതാണ് ഓസ്ട്രേലിയൻ അക്കാഡമിക് ഇയർ. ഓസ്ട്രേലിയൻ അക്കാഡമിക് ഇയർ അതായത് ഒരു ഒക്ടോബർ നവംബറിൽ കോഴ്സ് തീരണമെങ്കിൽ ഉള്ള ഗുണം നിങ്ങളുടെ വിസ തീരണത് മാർച്ച് പകുതിയിലായിരിക്കും. എന്നാൽ നിങ്ങളുടെ കോഴ്സ് നിങ്ങളൊരു ജൂലൈ കോഴ്സിൽ ഇൻടേക്കിലാണെങ്കിൽ വരണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് തീരുന്നത് ഒരു ജൂണിലായിരിക്കും. ജൂണിൽ തീർന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കാലാവധി ഈ തീർന്ന സമയത്ത്, അതായത് ജൂണിൽ തീർന്നു കഴിഞ്ഞിട്ട് ഒരു 2 മാസം കൂടി, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ വിസ തീരും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. അതായത് ജനുവരി ഇൻടേക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഇൻടേക്കാണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മാർച്ച് വരെ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള വർഷത്തെ മാർച്ച് വരെ, അതായത് 2 വർഷത്തെ കോഴ്സ് എടുക്കുന്നു, ജനുവരി ഇൻടേക്കിൽ വന്നിട്ട് നവംബറിൽ തീരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ തീരുന്നത് മാർച്ച് പകുതിയിലായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ജനുവരി ഇൻടേക്ക് എടുക്കാൻ ശ്രമിക്കുക, ജൂലൈ ഇൻടേക്ക് എടുക്കുന്നതിന് പകരം. ഏതെടുത്താലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വേറെ ഒന്നുമല്ല, ഓസ്ട്രേലിയയിൽ പഠിത്തം കഴിയുമ്പോൾ സ്റ്റേ ബാക്ക് ഉണ്ടോയെന്ന്. സ്റ്റേ ബാക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ
അതിനുള്ള വിസ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ വിസ വേറെ ഒന്നുമല്ല, വിസയുടെ പേര് ടെമ്പററി ഗ്രാജുവേറ്റ് വിസ സബ് ക്ലാസ് 485. ഈ വിസ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വിസ ടെമ്പററി ഗ്രാജുവേറ്റ് വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസ മെയിനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർക്ക്, സ്റ്റുഡൻറ്റ് വിസ കംപ്ലീറ്റ് ചെയ്തവർക്കുള്ള വിസയാണ്. പക്ഷേ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ ആ കോഴ്സ് ഓസ്ട്രേലിയയിലെ വർക്കിന് ആവശ്യമുള്ള ഒരു കോഴ്സായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. ആ വിസയുടെ കോസ്റ്റ് ഓസ്ട്രേലിയൻ ഡോളർ $1895, $1895 ഓസ്ട്രേലിയൻ ഡോളർ ആണ് അതിൻ്റെ കോഴ്സ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടില്ല. മുമ്പ് ഇതിനെ ബ്രിഡ്ജിങ് വിസ എന്ന് പറയുമായിരുന്നു. അതായത് സബ് ക്ലാസ് 485 ടെമ്പററി ഗ്രാജുവേറ്റ് വർക്ക് വിസ. എന്നാൽ ഈ ടെമ്പററി ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധി 18 months ആണ്. അപ്പോൾ 18 months കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ സ്കിൽഡ് മൈഗ്രേഷനോ അങ്ങനത്തെ വേറെ വിസകളിലൊക്കെ ചെയ്ത് വേണം നിൽക്കാൻ. അല്ലെങ്കിൽ വീണ്ടും സ്റ്റുഡൻ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, വേറെ ഇതിൻ്റെ ഡെവലപ്ഡ് അഡ്വാൻസ്ഡ് കോഴ്സുകൾ എടുക്കണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്ത് വരേണ്ടി വരും. അല്ലെങ്കിൽ വേറെ വല്ല ജോലിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് വിസയുടെ ഒരു പാത്വേ. അവരിങ്ങനെ സ്ട്രീം ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഓൺലൈനിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈനിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ സ്മൂത്താക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സ്മൂത്താക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് ഉറപ്പില്ല. നിങ്ങളുടെ പ്രോസസ്സ് സ്മൂത്താക്കുന്നു, നിങ്ങൾക്ക് അറിയാൻ പറ്റും കിട്ടുമോ കിട്ടില്ല എന്ന്. അല്ലാണ്ട് നിങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കേണ്ട ഒരു സ്റ്റേജ് ഇല്ലാണ്ടിരിക്കാനാണ് ഇവിടെ സ്ട്രീം ലൈൻ ചെയ്യാൻ ശ്രമിക്കണേ. നിങ്ങൾ വെറുതെ അനാവശ്യമായി വെയിറ്റ് ചെയ്യിക്കാണ്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇതാണ് അവസ്ഥ, നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം നിൽക്കണം വേണ്ടയോ എന്നുള്ളത്. നിങ്ങളുടെ ഓപ്ഷൻസ് ഇതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയുടെ ഒരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടും. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാലും അത് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ചുമ്മാ ക്വിക്കായിട്ടൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറക്കുമ്പോൾ തന്നെ മുകളിൽ നിങ്ങൾക്കൊരു വാർണിംഗ് ആയിട്ടൊക്കെ കിട്ടാം. അപ്പോൾ ഈ സൈറ്റ് എപ്പോഴും നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ സൈറ്റിൻ്റെ ലിങ്ക് imi.gov.home affairs, ഞാനത് ഇവിടെ എഴുതി കാണിക്കാൻ, കുറച്ച് നീളമുള്ള ലിങ്കാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ലിങ്കിൽ കയറി നോക്കി സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്ത് വേണം വരാൻ. ഇത് ഏജൻറ്റ് ത്രൂ ചെയ്യണമെന്നൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അവർക്കാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തു തരാൻ സാധിക്കും. നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊക്കെ വായിച്ചു നോക്കി ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓൺലൈൻ ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം ഓൺലൈൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. എന്താണ് നടക്കണതെന്നും എന്താണ് അതിൻ്റെ സ്റ്റേജ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ IDPയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി പോയി ചെയ്യുക. IDP ആയിരിക്കും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. എന്താ വെച്ചാൽ എൻ്റെ അറിവിൽ അവർ പൈസ വാങ്ങാറില്ല. ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളാണ് അവർക്ക് കമ്മീഷൻ കൊടുക്കണേ. ബാക്കിയുള്ള ഏജൻസികൾ ചിലപ്പോൾ പൈസ വാങ്ങാം. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടും ഈസിയും കൺവീനിയൻസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്റ്റുഡൻറ്റ് വിസ, ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വെബ്സൈറ്റിൽ പോയി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അത് എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള, ഇൻ്റർനാഷണലായിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക. അവർക്കൊരു റഫ് ഐഡിയ കിട്ടട്ടെ.
അത് കഴിയുമ്പോൾ അവർക്ക് അവരുടെ താല്പര്യമനുസരിച്ച് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് ക്യാച്ചി ടോക്ക്.